കോൺഗ്രസിന്റെ നേതാവായ MP ആയ ഹൈബി ഈഡന്റെ ഒരു ഭാര്യ പറഞ്ഞൊരു ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഇതുണ്ടോ? ബലാത്സംഗം തടയാൻ സാധിച്ചില്ലെങ്കിൽ ജസ്റ്റ് എൻജോയ് ഇറ്റ്, അത് ആസ്വദിക്കുക എന്ന്. ഇവിടെ കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡന്റെ ഭാര്യ പറഞ്ഞ കാര്യമോ ഇത്? ഇവിടെ എന്തെങ്കിലും കേസോ ബഹളോ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമാണത്! സ്ത്രീകളോട് ആഹ്വാനമാണ്, നിങ്ങൾക്ക് റേപ്പ് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻജോയ് ഇറ്റ് എന്ന്. ഇവിടെ ഈ കേരളത്തിൽ നടന്ന സംഭവം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ. അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞതുപോലെ വളർന്ന പാർട്ടി വേറെയാണ് എന്നാണ്. ആ വളർന്ന പാർട്ടി ഏതാണ് എന്നതാണ് ചോദ്യം. അരുൺകുമാർ CPM അല്ല, അങ്ങനെയാണ് അരുൺകുമാർ പറയുന്നത്. അദ്ദേഹത്തോട് തന്നെ വിളിച്ചു ചോദിക്കണം. ഈ പറഞ്ഞ അർജുൻ നായകി മുൻ DYFI നേതാവായിരുന്നു എന്നത് DYFI നേതാവായിരുന്നു എന്നത് അങ്ങ് നിഷേധിക്കുമോ? അദ്ദേഹം അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, അല്ലെന്ന് നിഷേധിക്കുമോ? DYFIയിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട്, SFIയിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട്, മുൻകാല DYFIക്കാരുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ DYFIയുടെ നേതൃനിരയിലെത്തി പല കാരണങ്ങളാൽ DYFI സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്, പ്രായപരിധി കഴിഞ്ഞ് DYFI വിട്ടവരുണ്ട്. അപ്പോൾ ഏതെങ്കിലും DYFI ആണോ SFI ആണോ എന്ന് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് എടുത്ത് പരിശോധിക്കേണ്ട സ്ഥിതിയൊന്നും ഈ ചർച്ചയിലില്ല. തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. നമുക്കപ്പോൾ അർജുൻ നായകിയെ മാറ്റിവെക്കാം. ഇനി നമുക്ക് TG മോഹൻദാസിലേക്ക് പോകാം. TG മോഹൻദാസിനെതിരെ കേസെടുക്കുന്നു. കഴിഞ്ഞ മാസം 29-ന് കേസെടുക്കുന്നു. 11 ദിവസം കാത്തിരുന്നു കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കേരള പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് ചെല്ലാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലംഭാവം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവുക? അരുൺകുമാർ, ഡൽഹി സമരത്തിലെത്തിയ പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടി ഉയർത്തും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും എന്നതടക്കം വംശീയ വിദ്വേഷ പ്രസംഗമാണ് നടത്തിയത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുക ഈ 80 ദിവസത്തിനുള്ളിലുള്ള BJPയും അതുപോലെ UDFും തമ്മിലുള്ള വിധേയത്വ ഭരണത്തിന്റെ പല ഇടപെടലുകളും ഇതുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറയേണ്ടി വരും. ഇവിടെ TG മോഹൻദാസിനെ ഇത്രയും ദിവസം VD സതീശൻ സർക്കാർ സംരക്ഷിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ ധരിക്കേണ്ടി വരും. കാരണം ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു കേസിൽ ആഭ്യന്തര വകുപ്പ് ഇന്നല്ലല്ലോ ഉണർന്നത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായതിനു ശേഷം തന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ച ആളാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ അടക്കം നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുമാണ്. അതൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ 11 ദിവസം ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകാത്തത് വളരെ ഗൗരവത്തോടെ കാണേണ്ടി വരും. കാരണം 3 MLA-മാരുള്ളൂവെങ്കിൽ പോലും കഴിഞ്ഞ 80 ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ ഭരണത്തിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ സംഘപരിവാറിനും BJPക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം യഥാർത്ഥ ഡീലാണ് എന്ന് തന്നെ ഇതിന്റെ ഒരു ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ശിവപ്രസാദ്, നോക്കൂ, ഇവിടെ രോഹിത് പറയുന്നു ഇവിടെ വലിയൊരു ഗൂഢാലോചന. മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചില മാധ്യമ ചാനലുകൾ, മാധ്യമ പ്രവർത്തകർ സർക്കാരിനെ RSS ചാപ്പ കുത്താൻ വല്ലാതെ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരം സന്ദർഭങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. ഇവിടെ ഇപ്പോൾ TG മോഹൻദാസിന്റെ കാര്യത്തിലായാലും അർജുൻ നായകി പിടിയിലായി. അർജുൻ നായകി ചെയ്ത കുറ്റത്തിന്റെ അത്ര തീവ്രത പോലും ഇല്ലേ TG മോഹൻദാസ് ചെയ്ത പറഞ്ഞ കാര്യങ്ങൾക്ക്? എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? മീഡിയയും കോൺഗ്രസും തമ്മിലുള്ള വിഷയം നിങ്ങൾ തമ്മിൽ തീർക്കുക. എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ TG മോഹൻദാസിന്റെ കേസ്. അപ്പം TG മോഹൻ ഇപ്പം നിങ്ങൾ ഈ രണ്ടുപേരെ ഏകദേശം ഒരേ തട്ടിൽ വെച്ച് തൂക്കിക്കൊണ്ടാണ് ഇപ്പം നടത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ ചില താല്പര്യങ്ങളുണ്ടാവും. ഓക്കെ, അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ TG മോഹൻദാസ് എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല. അദ്ദേഹം ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വലിയ കുറ്റകരമായ വിവാദ പരാമർശമുള്ള വംശീയ വിദ്വേഷമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അത് നീക്കം ചെയ്തിട്ടുമില്ല. അതെല്ലാം അവിടെ തന്നെയുണ്ട്. അദ്ദേഹം എങ്ങും പോയിട്ടുമില്ല. ഈ നാട്ടിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ നിന്നുമാണ്. അല്ലാതെ പോലീസ് നാട് നീളെ വല വിരിച്ച് അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. പിന്നെ മറ്റൊന്ന്, ശ്രീ TG മോഹൻ നിങ്ങളിവിടെ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, അദ്ദേഹം RSSന്റെ നേതാവ്, പിന്നെ RSS സൈദ്ധാന്തികൻ എന്നൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, RSSന് സൈദ്ധാന്തികൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇല്ല. RSSൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ആലങ്കാരികമായിട്ട് RSSൻ്റെ ഐഡിയോളജിയെ പറ്റി
ആഴത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. പ്രചാരകൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, പ്രചാരകനല്ല. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. RSSന്റെ പ്രചാരകനുമല്ല. അതുമല്ല, അതായത് RSSന്റെ പ്രചാരകനല്ല. RSSന്റെ പ്രചാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോസ്റ്റാണത്. അതായത് അവരുടെ ലൈഫ് അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത വ്യക്തികളെയാണ് RSS പ്രചാരകൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം RSSന്റെ നേരിട്ടുള്ള പദവികളിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ വിചാരകേന്ദ്രം പോലെയുള്ള, ജന്മഭൂമി പോലെയുള്ള RSS നിയന്ത്രണത്തിലുള്ള സംരംഭങ്ങളിൽ അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. RSS ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് RSSന്റെ അഭിപ്രായമല്ല, അദ്ദേഹം RSSന്റെ ചുമതലകളൊന്നും വഹിക്കുന്നില്ല. അതിനെ അങ്ങനെ ഒരു ചുമതല ഇല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളി പറയേണ്ട ആവശ്യമുണ്ട് RSSന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അതല്ല, ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ RSSന് അതിൻ്റെതായ രീതിയിലുള്ള നയം വ്യക്തമാക്കണമല്ലോ, സമീപനം വ്യക്തമാക്കണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് RSSന്റെ ഒരു ചുമതലയിലും പരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു ചുമതലയിലും അദ്ദേഹമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സംഘപരിവാറിൻ്റെ അഭിപ്രായമല്ല, RSSന്റെ അഭിപ്രായമല്ല. അതിനോട് RSSന് വിയോജിപ്പുമുണ്ട് എന്ന് RSS വളരെ ക്ലിയർ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ഈ അവസാനം പറഞ്ഞ 2 വീഡിയോ CJP സമരത്തെ അധിക്ഷേപിച്ച്, സ്ത്രീകളെ അധിക്ഷേപിച്ച്, അവരെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞതിനോടൊന്നും ഒരു യോജിപ്പുമില്ല, പൂർണ്ണമായും തള്ളുകയാണ്. അത് RSS തള്ളിക്കളഞ്ഞല്ലോ, RSS പറഞ്ഞല്ലോ അത്. പിന്നെ ഇനി വേറൊരു കാര്യം, ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന RSSന്റെ അഭിപ്രായം പറയാനല്ല, എൻ്റെ അഭിപ്രായം പറയാനാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വിവാദപരമായ വീഡിയോ തന്നെ നമുക്ക് നോക്കാം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാനായിരുന്നു അമിത്ഷായുടെ സ്ഥാനത്തെങ്കിൽ, ഞാനായിരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതായിരുന്നു. അവിടെ കലാപശ്രമം നടക്കുന്നു, ഞാനവിടെ കർഫ്യൂ അനൗൺസ് ചെയ്യും, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും, പിരിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെടിവെക്കും, വെടിവെച്ചാൽ മരണങ്ങളുണ്ടാകും, അവരെ എടുത്ത് ആശുപത്രി കൊണ്ടിടും. ഈ നാട്ടിൽ എത്രയോ തവണ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് ചെയ്യും എന്നല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു കഥ പറയുന്നത് മാതിരി ഒരു ഭാവന, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് എന്ത് കേസാണ് എടുക്കാൻ പോകുന്നത്, അതെങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യം, ഇതിപ്പം ഈ അർജുൻ അയ്യങ്കയെ അറസ്റ്റ് ചെയ്തു, അപ്പോൾ മോഹൻദാസിനെ എന്തുകൊണ്ട് ചെയ്തില്ല, അവിടെ ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടന്നൊരു നാടകമാണത്. 24 മണിക്കൂറിനപ്പുറം പോലീസിന് അദ്ദേഹത്തെ കസ്റ്റഡി വെക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട്, നിയമപരമായ അറിവ് വെച്ചിട്ട്. സൂപ്പർ. നാളെ അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കിയേ വകുപ്പുകൾ ചുമത്തിയല്ല കേസെടുത്തത് എന്നാണോ? അല്ലെന്നേ, നാളെ അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കിയേ പറ്റുള്ളൂ. അദ്ദേഹം LLB കഴിഞ്ഞ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്, ഒരു നിയമവിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിന് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇനി എന്തൊക്കെ എടുത്തു കൊലുത്താലും ഇത് അതിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ, കോടതിയിൽ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ തന്നെ ജാമ്യം കിട്ടും. ഓക്കെ, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു കാര്യമുണ്ട്, മറ്റൊരാൾ എന്ത് പറയണോ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അങ്ങനെ പറയില്ല, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ സമരത്തിൽ കൊച്ചു പെൺകുട്ടികൾ, 20-22 വയസ്സുള്ള പെൺകുട്ടികൾ ഉയർത്തിപ്പിടിച്ച ചില ബോർഡുകൾ ദിവ്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉയർത്തിപ്പിടിച്ച, വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ച ബോർഡുകൾ, F-ൽ തുടങ്ങി K-യിൽ അവസാനിക്കുന്ന മീ എന്ന് പറയുന്ന ഇത് ക്യാമറകൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച സ്ത്രീകൾ ആ സമരത്തിലുണ്ടായിരുന്നു. വളരെ അഭിമാനത്തോടു കൂടി തന്നെ മേൽവസ്ത്രം ഉരിഞ്ഞിങ്ങനെ ഉയർത്തി കാണിക്കുന്ന പെൺകുട്ടികൾ ആ സമരത്തിലുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ഒരുപാട് പ്രകടനങ്ങൾ ആ സ്ത്രീകൾ, ആ സമരത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും അവിടെ ഉണ്ടായിട്ടുണ്ട്. പോയിന്റ്. ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് അതൊക്കെ വായിച്ചെടുക്കേണ്ടത് എന്നെ ബലാത്സംഗം ചെയ്യിക്കും. ഞാനതല്ല ഞാനതിനെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. അതൊക്കെ ന്യൂ ജനറേഷൻ വേർഡ്സ് ആണ് ഇപ്പോഴത്തെ. മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ്. ആയിക്കോട്ടെ, ഈ ന്യൂ ജനറേഷൻ വേർഡ്സ് ആണെങ്കിൽ ഈ ഓൾഡ് ജനറേഷൻ ഇങ്ങനെ പറയാം. ഇതൊന്നും ഒരു തെറ്റല്ലെങ്കിൽ ഈ TG മോഹൻദാസ് പറഞ്ഞത് എങ്ങനെയാണ് തെറ്റാവുക? ഇനി വേറെ കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവായ MP ആയ ഹൈബി ഈഡൻ്റെ ഒരു ഭാര്യ പറഞ്ഞൊരു
ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഇതുണ്ടോ? ബലാത്സംഗം തടയാൻ സാധിച്ചില്ലെങ്കിൽ ജസ്റ്റ് എൻജോയ് ഇറ്റ്, അത് ആസ്വദിക്കുക എന്ന്. ഇവിടെ കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡന്റെ ഭാര്യ പറഞ്ഞ കാര്യമായത്. ഇവിടെ എന്തെങ്കിലും കേസോ ബഹളോ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമാണത്. സ്ത്രീകളോട് ആഹ്വാനമാണ്, നിങ്ങൾക്ക് റേപ്പ് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻജോയ് ഇറ്റ് എന്ന്. ഇവിടെ ഈ കേരളത്തിൽ നടന്ന സംഭവം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ. അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. നീ അങ്ങനെ അതാണ് ദിവ്യ. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ചെവി ഉണ്ടായിട്ടും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അറിയാനില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഉത്തരം പറ. അത് BJP സമരത്തെ ഒരു മാസത്തിലധികം നീണ്ട സമരത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ രീതിയിലുള്ള ബാനറുകൾ, ആ ട്രോളുകൾ അത് ചൂണ്ടിക്കാട്ടി നോക്കുകയാണോ? അല്ല, ഞാനതല്ല ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ TG മോഹൻദാസിന്റെ പ്രസ്താവന ഇനിയിപ്പോൾ എനിക്കറിയാം. ഇനി എനിക്ക് പുറകെ വരുന്ന നിങ്ങളും ദിവ്യയും മറ്റുള്ള പാനലിസ്റ്റുകളും എല്ലാം പറയുന്നത് TG മോഹൻദാസിൻ്റെ ഇങ്ങനെയുള്ള പരാമർശങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന വലത് നിരീക്ഷകൻ എന്ന വേഷം കെട്ടിയ സംഘപരിവാറിൻ്റെ ചാവേർന്നൊക്കെ എന്താ മാരീചൻ എന്നൊക്കെയാണ് ഇനിയും പറയാൻ പോകുന്ന വാക്കുകൾ. എനിക്കതറിയാം. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതിപ്പോ ശരിയാക്കി തരാം. അങ്ങനെ പറയുന്നുള്ള എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല, തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ ചോദ്യം ഉയർത്തിയാൽ ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല, ഇങ്ങനെയാണ് പറയുന്നത് പറഞ്ഞ് ഇപ്പൊ എന്തായാലും കേസ് അത് തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാനാണെങ്കിൽ അത് പറയില്ല. ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ, ഞാനും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ആളാണ്, ഞാനും മാധ്യമങ്ങളിൽ അത്യാവശ്യമൊക്കെ വരുന്നൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയില്ല. TG അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞത് ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഞാനതിൻ്റെ ഒരു മറുവശം കൂടിയാണ് ദിവ്യ പറഞ്ഞത്. ആ സമരത്തിൻ്റെ ഭാഗമായി അവിടെ നിന്ന പെൺകുട്ടികൾ ഉയർത്തിപ്പിടിച്ച ബാനറുകൾ അവരാഹ്വാനം ചെയ്ത ബാനർ എന്ന് പറയുന്നതും പ്ലക്കാർഡ് എന്ന് പറയുന്നതും ആഹ്വാനങ്ങൾ കൂടിയാണ്. ഞങ്ങളെ ഇങ്ങനെ ചെയ്യൂ എന്ന് ഒരു പെൺകുട്ടി, അങ്ങനെയുള്ള സ്ത്രീകൾ ഉയർത്തിപ്പിടിച്ചാൽ അവർ അത് ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് കരുതാനും ഈ നാട്ടിൽ പലർക്കും അവകാശമുണ്ട്. അല്ലെന്ന് കരുതാനും ഉണ്ട് അവകാശം, ഇല്ലേ? ഞാൻ എന്നെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് തല്ലിഷ്ടമാണ്, തല്ലുകൊള്ളുന്നത് ഇഷ്ടമാണ് എന്നും ചിന്തിച്ചുകൂടെ പലർക്കും? അതൊരു വല്ലാത്തൊരു ന്യായീകരണം. ഞാൻ ഇതിനുത്തരം പറയും. എന്നെ തല്ലിക്കോ, എന്നെ തല്ലൂ എന്ന് പറഞ്ഞ് എന്നെ തല്ലൂ എന്ന് പറഞ്ഞ് ഞാനൊരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചാൽ തല്ല് കൊള്ളുന്നത് എനിക്കിഷ്ടമാണ് എന്നും ഒരു വ്യാഖ്യാനം ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത്. അല്ല, തല്ലു എന്നുള്ളതല്ല. ഇവിടെ ആരും തല്ലിയും കൊന്നൊന്നുമില്ല. അല്ല, അതുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ TG ചെയ്ത പ്രവൃത്തി ചെയ്തിട്ടില്ലല്ലോ. എന്നെ അങ്ങനെ ചെയ്യൂ എന്ന് പെൺകുട്ടികൾ പറയുന്നു. അപ്പോൾ ആകപ്പാടെ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് ഈ സമരത്തിന്റെ ഭാഗമായുള്ള പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നല്ലേ? കൈ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോലെ കലക്കി